ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധിക മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അല്ലാഹു പല കാര്യങ്ങളും എത്തിച്ചിരിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ വഹയ്യ് മുഖേന, ചില സന്ദർഭങ്ങളിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം മുഖേന, ചില സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങൾക്ക് അനുകൂലമായ ചില സംഭവങ്ങൾ കാണുമ്പോൾ അതിൽ ഹബീബായ നബിയുടെ മൗനം മുഖേന അല്ലെങ്കിൽ അവിടുത്തെ പ്രതികരണം മുഖേന, ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമ്മോട് നിർദ്ദേശിക്കാനുള്ള പല കാര്യങ്ങളും അള്ളാഹു എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് പരിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇമാം ഹഖീ തങ്ങള് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്ന സൂറത്തുൽ അഅറാഫിന്റെ 27ാമത്തെ വ്യാഖ്യാനത്തിൽ കാണുന്ന വളരെ പ്രശസ്തമായ സംഭവബഹുലമായ ഒരു കാര്യം മറ്റൊന്നുമല്ല. ഇബ്ലീസിൽ നിന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്ലീസുമായുള്ള സംഭാഷണം മുഖേന നമ്മളിൽ എത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മഹാനായ വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു തആല ഇബ്ലീസിനോട് കൽപ്പിച്ചു, അൻ യഅതിയ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പോയി കാണാൻ. മാത്രവുമല്ല വയുജീബഹു അൻ കുല്ലി മാ യസ്അലുഹു, ചെല്ലുന്ന സന്ദർഭത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്ലീസിനോട് പലതും ചോദിക്കും. ആ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഇബ്ലീസ് മറുപടി കൊടുക്കുക വഴി പല കാര്യങ്ങളും അവിടെ അറിയപ്പെടണം. അതിനു വേണ്ടിയിട്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാനായി സാക്ഷാൽ ഇബ്ലീസിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആജ്ഞ കൊടുക്കുകയാണ്. ഫജാഅഹു അലാ സൂറത്തി ശൈഖിൻ, ഒരു വൃദ്ധന്റെ കോലത്തിലാണ് ഇബ്ലീസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ വന്നത്. അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ഒരു വടി ഊന്നിപ്പിടിച്ചൊരു വൃദ്ധന്റെ കോലത്തില് മഹാന്മാരായ സ്വഹാബത്ത് നിറഞ്ഞു നിൽക്കുന്ന സദസ്സിലേക്ക് ഇബ്ലീസ് കടന്നു വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? അയാൾ പറഞ്ഞു, ഞാൻ ഇബ്ലീസാണ്. അപ്പൊ ചോദിച്ചു, ലിമാ ജിഇത, എന്തിനാണ് നീ വന്നത്? അയാൾ പറഞ്ഞു, അമറനി റബ്ബി അൻ ആതിയക, ഞാൻ അങ്ങയുടെ അടുക്കൽ വരണമെന്ന് റബ്ബ് എന്നോട് ആജ്ഞ തന്നതാണ്. മാത്രമല്ല ഉജീബക അൻ കുല്ലി മാ തസ്അലൂനി, അങ്ങ് പലതും എന്നോട് ചോദ്യം ചോദിക്കാം. ആ ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി ഞാൻ അങ്ങയിൽ എത്തിക്കാനും അല്ലാഹു എന്നെ കൽപ്പിച്ചിരിക്കുക, എന്നോട് ആജ്ഞാപിച്ചിരിക്കുക. ഈ രീതിയിൽ ഇബ്ലീസിന്റെ മറുപടി കേട്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇബ്ലീസിനോട് ചോദിക്കുന്നുണ്ട്, യാ മൽഊൻ കം അഅദാഉക മിൻ ഉമ്മത്തി, ഓ ശപിക്കപ്പെട്ടവനെ, എന്റെ സമുദായത്തിൽ നിന്നും നിന്റെ ശത്രു എന്ന് പറയാൻ എത്ര ആളുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമുദായത്തിൽ നിന്നും നിന്റെ ശത്രു എന്ന് പറയാൻ ആരൊക്കെയാ ഉള്ളത് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, 15 പേരാണ് അങ്ങയുടെ സമുദായത്തിൽ നിന്നും എന്റെ ശത്രുവായിട്ടുള്ളത്. 15 പേര്. ആ 15 ഏതെങ്കിലും ഒരെണ്ണത്തിൽ അല്ലാഹു നമ്മെ എത്തിക്കട്ടെ. ഇബ്ലീസിന്റെ ശത്രുവാവാ എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് ഒഴിഞ്ഞു മാറിപ്പോവാ, ഇബ്ലീസ് പരാജയപ്പെട്ടു പോവാ. ഇബ്ലീസിന്റെ നിരന്തര പോരാട്ടങ്ങൾ നടത്തിയിട്ടും ഇബ്ലീസ് പരാജയപ്പെട്ടു പോയ ഇബ്ലീസിന്റെ 15 ശത്രുക്കൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഒന്നാമത്തെ ശത്രു അങ്ങ് തന്നെയാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസിന്റെ ഒന്നാമത്തെ ശത്രു. രണ്ടാമത്തേത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണകർത്താവ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നീതിമാനാണ്, എന്നാൽ ഇബ്ലീസിന് വലിയ ശത്രുത അയാളോട്. നീതിമാനായ ഭരണകർത്താക്കൾ ഒരുപാട് പേര് ലോകത്തങ്ങനെ
ആ വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. നമ്മുടെ ഖലീഫമാര് അരശിന്റെ തണല് കിട്ടുന്ന വിഭാഗം, നീതിമാനായ ഭരണകർത്താവ്. അതിന് ഭരണം തന്നെ വേണമെന്നല്ല, ഭരണം ഇപ്പൊ ആപേക്ഷികമാണ്. ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെ ഭരണം ഉണ്ടാവാറുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തിന് ചില സ്വാധീനങ്ങളും അധികാരങ്ങളുമുള്ള എത്ര ചെറിയ ഇടമാണെങ്കിലും അവിടെ നീതി ഉണ്ടോ? ഇബ്ലീസ് ശത്രുവാ. മൂന്നാമത്തെ ശത്രു ഗനിയും മുതവാദിഉൻ, വിനയാന്വിതനായ സമ്പന്നനാണ് നബിയേ. സമ്പന്നത കൂടുമ്പോ സ്വാഭാവികമാണ് അഹങ്കാരം, കിബിർ വരാം. ഇവിടെ നേരെ തിരിച്ചാ പറഞ്ഞത്. സമ്പത്ത് ഉള്ളതോടൊപ്പം തന്നെ വിനയമുള്ളവൻ, വിനയാന്വിതനായ സമ്പന്നൻ മൂന്നാമത്തെ ആൾ. ഇബ്ലീസിന്റെ നാലാമത്തെ ശത്രു താജിറുൻ സാദിഖ്, സത്യസന്ധനായ കച്ചവടക്കാരനാ. ഹബീബ് പറഞ്ഞല്ലോ, സത്യസന്ധനായ കച്ചവടക്കാരൻ എവിടെയെന്ന്. അത്താജിറുൽ അമീനുസ് സദൂഖുൽ മുസ്ലിം, ഒരു മുസ്ലിമായ വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ മഅശുഹദാഇ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മഹാന്മാരായ ശുഹദാക്കളുടെ കൂടെയാ അവൻ മഹ്ശറിൽ വരാ, സ്വർഗത്തിലേക്ക് പറക്കാ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇബ്നു മാജാ തങ്ങൾ അവിടുത്തെ സുനനിൽ ഹദീസ് പറയുന്നുണ്ട്. ഇബ്ലീസിന്റെ നാലാമത്തെ ശത്രു സത്യസന്ധനായ കച്ചവടക്കാരൻ. ഇബ്ലീസിന്റെ അഞ്ചാമത്തെ ശത്രു ആലിമുൻ മുതഖശ്ശിഉൻ, ഹൃദയത്തിൽ അല്ലാഹനെ കുറിച്ചുള്ള ഭയപ്പാടുള്ള ആലിമാണെന്ന് ഇബ്ലീസ് മുത്തുനബിയോട് പറയാ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹൃദയത്തിൽ ഭയപ്പാടുള്ള ആലിം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ ശ്രേഷ്ഠതയാണ് അങ്ങനത്തെ ആലിമിന്. നിരന്തരം അല്ലാഹുവോട് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെക്കാളും, ഒരു ആബിദായ മനുഷ്യനേക്കാളും ഇബാദത്തില്ലെങ്കിലും ഹൃദയത്തിൽ അല്ലാഹ് എന്ന വിചാരമുള്ള ശരിയായ ആലിമിന് ശ്രേഷ്ഠത കൂടുതലാണ്. ഫളലുൽ ആലിമി അലൽ ആബിദി, നിരന്തരം ഇബാദത്ത് ചെയ്യുന്നവനേക്കാളും ഹൃദയത്തിൽ അല്ലാഹുവോടുള്ള ഭയഭക്തി ഉണ്ട്, പക്ഷെ ഇബാദത്തില്ല. അങ്ങനത്തെ ആലിമുണ്ടല്ലോ. കഫദലിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സഇരിൽ കവാകിബി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പരിപൂർണമായ നിലാവ് തെളിഞ്ഞു നിൽക്കുന്ന രാവിൽ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ ആ നിലാവിന്, ചന്ദ്രന്റെ പൂർണമായ രൂപത്തിന് നോക്കിക്കാണുന്ന ഒരാൾക്ക് എത്ര പെട്ടെന്നാണ് അത് ശ്രദ്ധിക്കാൻ പറ്റുന്നത്? അത്ര വേഗത്തിൽ അല്ലാഹു അവന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഇബാദത്തുള്ളവരുടെ ഇടയിൽ നിന്നും ഒരു ആലിമ്, ഖാശിആയ ആലിമിനെ, ഹൃദയത്തിൽ ഭയഭക്തിയുള്ള ആലിമിനെ അങ്ങനെ ശ്രദ്ധിക്കും എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസിന്റെ ശത്രുവാണ്. ഇബ്ലീസിന്റെ ആറാമത്തെ ശത്രു മുഅ്മിനുൻ നാസിഹുൻ, ഒരു വിരോധവുമില്ല, ഒരു കളങ്കവുമില്ല, നിസ്വാർത്ഥമായി മറ്റുള്ളവരുടെ ഗുണം കാംക്ഷിച്ചുകൊണ്ട് അവരോട് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന സത്യവിശ്വാസിയായ സഹോദര, നീ ഇബ്ലീസിന്റെ ശത്രുവാ. ഇബ്ലീസിന്റെ ഏഴാമത്തെ ശത്രു മുഅ്മിനുൻ റഹീമുൽ ഖൽബി, മറ്റുള്ളവരോട് അലിവുള്ള മനസ്സുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ ഇബ്ലീസിന്റെ ശത്രുവാണ്. ഇബ്ലീസിന്റെ എട്ടാമത്തെ ശത്രു തായിബുൻ സാബിത്തുൻ അല തൗബ, തൗബ ചെയ്തു, പക്ഷെ ആ തൗബയുടെ നിബന്ധന പാലിച്ചുകൊണ്ട് മരണം വരെ അതിൽ നിലനിന്ന് പോന്ന തൗബ ചെയ്ത ആള് തായിബ്. തൗബ ചെയ്യും പിന്നെ തെറ്റി, തൗബ ചെയ്യും പിന്നെ അല്ല, തൗബ ചെയ്ത തൗബയിൽ തന്നെ നില ഉറപ്പിച്ചു നിന്നു. അങ്ങനെ തൗബ ചെയ്തവൻ ഇബ്ലീസിന്റെ ശത്രുവാണെന്ന് ഇബ്ലീസ് ഹബീബിനോട് പറയുകയാ. അങ്ങനെ തൗബയെ കുറിച്ചൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് ഒരു അഅറാബിയായ സഹോദരൻ കടന്നു വന്നു, ഒരു സ്വഹാബി വന്നു. ആ സമയത്തുണ്ടല്ലോ അയാൾ തൗബ ചെയ്യുകയാണ്. എങ്ങനെ തൗബ എന്നറിയോ? അയാളുടെ തൗബ എന്ത് വേഗത്തിലുള്ള തൗബ! അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്,
അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു. ഇത്രയും പറഞ്ഞു. അയാൾ വേഗം നിസ്കരിക്കാൻ കയറി. അയാളുടെ തൗബ എത്ര ഉണ്ടായുള്ളൂ? ഇത്രയും. അല്ലാഹുമ്മന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇത്രയും പറഞ്ഞ് തൗബ ചെയ്തു. വളരെ ലൈറ്റ് ആയിട്ടുള്ള ലളിതമായ കുഞ്ഞു തൗബ ചെയ്തു. എന്നിട്ട് മദീനത്തെ പള്ളിയിലേക്ക് കയറി അയാൾ നിസ്കരിച്ചു. ഇത് മഹാനായ അലി റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ടിരിക്കുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് അയാളെ വിളിച്ചു. അയാളുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ അയാളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, സഹോദരാ, യാ ഹാദാ ഇന്ന സുറഅത്തൽ ലിസാനി ബിൽ ഇസ്തിഗ്ഫാരി തൗബത്തുൽ കദ്ദാബീൻ. ഈ നാവ് കൊണ്ട് വേഗത്തിൽ പണി തീർക്കുന്ന ഇത്തരം തൗബ ഉണ്ടല്ലോ, അത് കള്ളന്മാര് ചെയ്യുന്ന തൗബയാണ്. പെരുങ്കള്ളൻ, അതായത് ഒറിജിനൽ തൗബ അതല്ല, അത് വ്യാജ തൗബയാണ്. ഈ തൗബ നീ ചെയ്തതിന്റെ പേരിൽ അള്ളാനെ പരിഹസിച്ചു എന്ന രീതിയിൽ നിന്നെ വിലയിരുത്തപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ നീ ചെയ്ത തൗബക്ക് വേണ്ടിയിട്ട് വേറൊരു തൗബയും കൂടി ചെയ്യേണ്ടി വരുമേ. ഈ കോലത്തിലാണ് നീ തൗബ ചെയ്തെങ്കിൽ ഈ തൗബനൊരു തെറ്റാ. അങ്ങനെയല്ല തൗബ ചെയ്യേണ്ടത്. നാവ് കൊണ്ടുള്ള ജോലി വേഗം തീർത്തു പോകുന്നതിനല്ല തൗബ എന്ന് പറയുന്നത്. മഹാനായ അലിയാർ തങ്ങളോട് അറാബിയായ സഹോദരൻ ചോദിക്കുകയാ, യാ അമീറുൽ മുഅ്മിനീൻ മാ തൗബത്തുസ് സാദിഖീൻ. നല്ലവരുടെ തൗബ എങ്ങനെയാണ് തങ്ങളെ? അലിയാർ തങ്ങൾ പറഞ്ഞു, നല്ലവരുടെ തൗബ എന്ന് പറഞ്ഞാൽ അതിൽ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 6 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തേത് അന്നദാമത്തു അലൽ മാളി മിനൽ ദുനൂബ്. ഇബ്ലീസിന്റെ ശത്രുവാണ് ഇങ്ങനെ ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തൗബ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെയ്തു പോയ തെറ്റുകളിൽ ഉള്ളിൽ തട്ടിയ ഒരു ഖേദമുണ്ടാവണേ. ഒന്ന് അതാണ്. രണ്ടാമത്തെ നിബന്ധന വൽ ഇആദത്തു ലിമാ ലയ്യ മിനൽ ഫറാഇദി. ആ തെറ്റ് ചെയ്ത കാലയളവിൽ നിനക്ക് നഷ്ടപ്പെട്ട ഫർളായ കാര്യങ്ങളെ, അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നീ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളെ നീ ആവർത്തിക്കണേ, വീണ്ടും ചെയ്യണം. അല്ലാഹുവേ കുടുങ്ങിയില്ലേ അങ്ങനെ ചെയ്യാനാണെങ്കിൽ. ആ തെറ്റിൽ നിന്നും നീ തൗബ ചെയ്യുന്ന നേരത്ത് ആ തെറ്റിലായിരിക്കെ നീ ചെയ്ത ഫർളുകളെ മുഴുവനും മടക്കണേ. അതാണ് രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തെ നിബന്ധന വറദ്ദുൽ മളാലിമി. നിനക്ക് ഹക്കില്ലാത്ത വല്ലതും നീ കൈപ്പറ്റി വച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് അവകാശമില്ലാത്ത വല്ലതും നിന്റെ കയ്യിലുണ്ട് എങ്കിൽ അത് നീ തൗബക്ക് മുമ്പ് തിരിച്ചു കൊടുക്കണമെന്നതാണ് മൂന്നാമത്തെ നിബന്ധന. നാലാമത്തെ നിബന്ധന വഇദാബത്തുൻ നഫ്സി ഫിത്വാഅതി കമാ റബ്ബൈതഹാ ഫിൽ മഅസിയാ. നാലാമത്തെ നിബന്ധന, നിന്റെ ശരീരത്തെയും മനസ്സിനെയും അള്ളാഹുവിന് വഴിപ്പെടുന്നോടത്ത് അലർത്തിയെടുക്കാൻ, ലയിപ്പിക്കാൻ നിനക്ക് കഴിയണം. പാപത്തിൽ പോയപ്പോ നീ അങ്ങനെ ലയിപ്പിച്ചതാ, പാപം ചെയ്തപ്പോ നീ അതിലേക്ക് പൂർണ്ണമായിട്ടും ഇഴകിച്ചേർന്നതാ. അതുപോലെ നിന്റെ അമലുകളിലേക്കും നീ ഇഴകിച്ചേർന്നു കൊണ്ടുവരുമ്പോഴേ ആ തൗബ തൗബയാവും. അഞ്ചാമത്തെ നിബന്ധന വഇദാഖതുഹാ മുറാറത്തത് ത്വാഅ കമാ ദഖതഹാ ഹലാവത്തൽ മഅസിയാ. അഞ്ചാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ, പാപം ചെയ്തപ്പോൾ നീ ആസ്വദിച്ചിരുന്നു, ആ ആസ്വാദനം പോലെ അമല് ചെയ്യുമ്പോൾ നിനക്കൊരു കയ്പ് ഉണ്ടാകും, അത് സഹിച്ചേ പറ്റൂ. ഇത്തിരി ഇടങ്ങേറുകളും സുഖക്കുറവുകളും സൗകര്യക്കുറവുകളും അമല് ചെയ്യുന്നോടത്ത് തൗബ ചെയ്യുന്നവന്റെ ആരംഭത്തിൽ അനുഭവപ്പെടാം, അത് സഹിച്ചോളണം. എന്തേ? അപ്പൊ നീ ചിന്തിക്കേണ്ടത്, ഞാൻ തെറ്റ് ചെയ്തപ്പോ ആസ്വദിച്ച ആളല്ലേ, അപ്പൊ ഇത് സഹിക്കാം. ആറാമത്തെ നിബന്ധന വൽ ബുകാഉ ബദല ലഹഖിൽ ലഹഖത് വൽ ബുകാഉ ബദല ലഹഖിൽ ലഹഖതഹു. നീ ചിരിച്ചുകൂട്ടിയിരുന്നു, നീ ആർത്തട്ടഹസിച്ചിരുന്നു, നീ പൊട്ടിച്ചിരിച്ചിരുന്നു പാപം ചെയ്ത നേരത്ത്. എന്നാൽ അതിന് പകരമായി ഓർത്ത് ഓർത്ത് കരയണേ. ആറാമത്തെ നിബന്ധന അതാണ്. ഇങ്ങനെ 6 നിബന്ധനകൾ പൂർത്തിയാക്കി തൗബ ചെയ്യുന്ന ഒരു തായിബിന്റെ തൗബ അള്ളാഹു കബൂലാക്കിയത്. അങ്ങനെയുള്ള ആളോട് ഇബ്ലീസിന് ശത്രുതയാണ്. എട്ടാമത്തെ വിഭാഗം, അള്ളാഹു കബൂലാക്കുന്ന തൗബയുടെ മേൽ നിലനിന്നു പോകുന്ന തൗബ ചെയ്തവൻ, അവന്റെ ശത്രുവാ ഇബ്ലീസ്, ഇബ്ലീസിന്റെ ശത്രു അവൻ.
നബിയെ ഒൻപതാമത്തെ ശത്രു മുതവറിഉൻ അനിൽ ഹറാം, ഹറാമായ കാര്യങ്ങളോട് സൂക്ഷ്മത പുലർത്തിയിട്ട് ഒഴിവായി നിൽക്കുന്നവൻ ഇബ്ലീസിന്റെ ശത്രുവാണ്. പത്താമത്തെ ശത്രു മുഅ്മിനുൻ യുദീമു അല ത്വഹാറ, എപ്പോഴും ഒളൂഓടുകൂടെ നടക്കുന്നവർ, എപ്പോഴും ശുദ്ധിയോടുകൂടെ നടക്കുന്നവർ ഇബ്ലീസിന്റെ ശത്രുവാം. നലവേറും ൂതോരുവാലെ 40 ാണ്ടോളം സുബഹി തോളുതോവർ. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹു ഇശാഇന്റെ ഒളു കൊണ്ട് 40 കൊല്ലം സുബഹി നിസ്കരിച്ച ആളാണ്. അതായത് ഒരു മനുഷ്യന് ഒളു ഇല്ലാതെ, ഒരു മനുഷ്യന് ഒളു കാണപ്പെടാൻ സാധ്യതയില്ലാത്ത സമയം ഇശയുടെ സുബയുടെ ഇടയിലാണ്. കാരണം ഉറങ്ങലായിരിക്കും. അപ്പൊ പിന്നെ പകലത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എപ്പോഴും ശുദ്ധിയിൽ നിലനിൽക്കുമായിരുന്നു. എന്തുകൊണ്ട്? അവർ പിശാചിന്റെ ശത്രുക്കളായിരുന്നു. ഇനി കേട്ടോളൂ, മുത്തുനബിയോട് ഇബ്ലീസ് പറയുകയാ, എന്റെ 11ാമത്തെ ശത്രു മുഅ്മിനുൻ കസീറുസ് സദഖ, ഒരുപാട് സദഖ ചെയ്യുന്ന മുഅ്മിൻ എന്റെ ശത്രുവാണ് നബിയേ. സദഖ എന്ന് പറഞ്ഞാൽ അത് പണം കൊണ്ട് മാത്രമല്ല, സേവനങ്ങൾ കൊണ്ടാവാം, പുഞ്ചിരി കൊണ്ടാവാം, സ്നേഹം കൊണ്ടാവാം, ആർദ്രത കൊണ്ടാവാം, നിസ്വാർത്ഥത കൊണ്ടാവാം, എല്ലാ അർപ്പണബോധം കൊണ്ടുമാവാം. സദഖ എന്ന തലത്തിൽ കൂലി കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഏത് സൽക്കർമ്മവും, വഴിയിലെ തടസ്സം നീക്കലാവാം, ഒക്കെ സദഖയാണ്. എത്രയോ കാര്യങ്ങളുണ്ട് അങ്ങനെ സദഖ. ഏതൊരു നന്മയ്ക്കും അടിസ്ഥാനപരമായി കിട്ടുന്ന പ്രതിഫലം സദഖ എന്ന തലത്തിലെ പ്രതിഫലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചോൻ എനിക്കിത് കൂലി തരും, ഇതിന് കൂലി തരുമെന്ന ഒരു കരുതലാണ് ആ അമല് സദഖയുടെ സ്ഥാനത്തേക്ക് അടിസ്ഥാനപരമായി കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. അങ്ങനെയുള്ള ആളോട് ഇബ്ലീസിന് ശത്രുതയാണ്. 12ാമത്തെ ശത്രു മുഅ്മിനുൻ ഹുസ്നുൽ ഖുൽഖി മഅന്നാസ്, ജനങ്ങളുടെ ഇടയിൽ സൽസ്വഭാവത്തോടുകൂടെ പ്രവർത്തിക്കുന്ന മുഅ്മിനന്റെ ശത്രുവാ നബിയെ. 13ാമത്തെ ശത്രു മുഅ്മിനുൻ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകാരിയായ മുഅ്മിനുണ്ട്. ആ മനുഷ്യൻ ജനങ്ങൾക്ക് ഉപകാരിയാണോ? എന്റെ ശത്രുവാണ് നബിയെ. 14ാമത്തെ ശത്രു ഹാമിലുൽ ഖുർആൻ യുദീമു അലാ തിലാവത്തിഹി, എപ്പോഴും ഖുർആനിനെ നെഞ്ചോട് ചേർക്കുന്നവൻ, പരമാവധി സമയം തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നവൻ. ഖുർആൻ പാരായണം കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്ര ആളുകളുണ്ട് നമ്മുടെ കൂടെ. നിരന്തരം ഖുർആൻ ഓതുന്ന എത്രയോ ആളുകൾ, പ്രത്യേകിച്ച് ഉമ്മമാര്, പ്രായമുള്ള സഹോദരന്മാര് നിരന്തരം ഖുർആൻ ഓതുന്നു. എന്റെ ശത്രുവാ നബിയെ. 15ാമത്തെ ശത്രു ഖായിമുൽ ലൈലി വന്നാസ് നിയാം, എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് പാതിരാ നിസ്കാരം നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കാരക്കാരൻ എന്റെ ശത്രുവാണെന്ന് ഇബ്ലീസ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. ആലോചിച്ച് നോക്കണേ, ജീവിതത്തിൽ ഈ ശത്രുത നമുക്ക് നിർബന്ധ. ഇവനായിട്ടുള്ള ശത്രുത നിർബന്ധ. എത്ര സൂക്ഷിച്ച് ജീവിച്ചാലും അവൻ ശത്രുവായി മാറിയില്ലെങ്കിൽ പണി കിട്ടും. എങ്ങനെ? ഇവൻ ഇടപെടും. വലിയ വലിയ ആളുകളുടെ അടുത്ത് പോലും പോയി ഇവൻ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. എപ്പോ ഇടപെട്ടാലും നമ്മുടെ ആഖിബത്തിൽ ഇടപെടരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരായ പലരും പെട്ടുപോയിട്ടുണ്ട്. ആഖിബത്തിൽ ഇടങ്ങേറാക്കാൻ ചെല്ലും. മഹാനായ അബൂ സക്കരിയ സാഹിദ് റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാനവറുകളുടെ മരണനേരം ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ അബൂ സക്കരിയ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മരണനേരത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വന്നു. മഹാനായ അബൂ സക്കരിയ സാഹിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സക്കറാത്തിന്റെ ഹാലിലാണ്. സാലിഹായ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. തന്റെ കൂട്ടുകാരനായ അബൂ സക്കരിയ എന്നവര്
അതാ മരണത്തോട് മല്ലടിക്കുന്നതായി സക്കറാത്തിന്റെ ഹാലിലാണ് എന്ന വിവരം കിട്ടിയപ്പോ ഈ സഹോദരൻ കൂട്ടുകാരനെ കാണാനെത്തി. വന്ന കൂട്ടുകാരൻ അബൂ സക്കരിയ എന്ന മഹാനവറുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങി. ലഖനഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങി. ആ സമയത്ത് അബൂ സക്കരിയ തങ്ങൾ മുഖം തിരിച്ചു. അലം യഖുൽഹാ, മഹാനവറുകളാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുഖം തിരിച്ചു. തിരിഞ്ഞോടത്തേക്ക് പോയിട്ട് അവിടെ പോയി രണ്ടാമത് ചൊല്ലിക്കൊടുത്തു. അപ്പോൾ മഹാനവറുകൾ മുഖം ഇപ്പുറത്തേക്ക് തിരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്തിട്ടും ചൊല്ലുന്നില്ല. മൂന്നാമത് ചൊല്ലിക്കൊടുത്തു. കൂട്ടുകാരൻ ചൊല്ലിക്കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യക്തവും കൃത്യവുമായി ചൊല്ലിക്കൊടുത്തു. അപ്പോൾ അബൂ സക്കരിയ തങ്ങൾ തളർന്നു കിടക്കുന്ന ശരീരത്തിൽ ഒരു നവജീവൻ വന്ന പോലെ മഹാനവറുകൾ ബലപ്രയോഗത്തോടു കൂടെ പറഞ്ഞു, ലാ അഖുൽ, ഞാൻ പറയൂല. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ പറയൂല. അല്ലാഹുവേ, മഹാനായ ആ കൂട്ടുകാരൻ ഭയന്നു പോയി. പ്രിയ സുഹൃത്ത്, അബൂ സക്കരിയ സാഹിദ് എന്ന മഹാൻ കലിമ ചൊല്ലാതെ മരിച്ചു പോകുമോ? മരണം സംഭവിച്ചിട്ടില്ല. എല്ലാവരും കാത്തു നിൽക്ക. എന്ത് ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തിട്ടും ചൊല്ലുന്നില്ല, അല്ലാതെയും ചൊല്ലുന്നില്ല. കുറെ നേരം കഴിഞ്ഞപ്പോൾ മഹാനവറുകളുടെ ആരോഗ്യത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അബൂ സക്കരിയ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ഒരു നവജീവൻ വരുന്നു, ഒരു ആശ്വാസം എത്തുന്നു. പെട്ടെന്ന് അബൂ സക്കരിയ തങ്ങളുടെ രണ്ട് കണ്ണുകൾ തുറക്കുന്നു. മഹാനവറുകൾക്ക് പരിസരബോധം തിരിച്ചു കിട്ടുന്നു. തളർന്ന ശരീരം ചലിക്കാൻ തുടങ്ങി. മഹാനവറുകൾ എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി. ആശ്വാസം വന്നിട്ടുണ്ട് രോഗത്തിന്. എല്ലാവരും വീണ്ടും ചുറ്റിലും കൂടി എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ. മഹാനായ അബൂ സക്കരിയ തങ്ങൾ ചോദിക്കുകയാണ്, ഖുൽതും ലി ശൈആ, ഞാൻ കുറച്ചു മുന്നേ തളർന്നു കിടക്കുമ്പോൾ നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? മഹാനവറുകളോട് ജനങ്ങൾ പറഞ്ഞു, പ്രിയ കൂട്ടുകാരൻ, അങ്ങയുടെ കൂട്ടുകാരൻ വന്നിവിടെ നിൽക്കുന്നു. അദ്ദേഹം അങ്ങയുടെ മുന്നിൽ 3 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തന്നു. 2 വട്ടം അങ്ങ് മുഖം തിരിച്ചു. 3-ാമത്തെ വട്ടം ഞാനത് പറയൂല എന്ന് അങ്ങ് പറയുകയും ചെയ്തു. ഇതെപ്പോഴുണ്ടായത്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, സുഹൃത്തുക്കളെ, എന്റെ ചുറ്റിലും കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ അവഗണിച്ചതല്ലാതെ, ഞാൻ ഇങ്ങനെ തളർന്ന് മരണത്തിലേക്ക് വഴുതി പോകുന്ന ഒരു ഘട്ടം വരെ എത്തിയല്ലോ. ആ സമയത്ത് എന്റെ അടുത്ത് ഇബ്ലീസ് വന്നു. അവന്റെ കയ്യിൽ ഒരു പാത്രവും അത് നിറയെ വെള്ളവും. മരണത്തിന്റെ ദാഹജലം എന്ന് പറയുന്നത് മരിക്കാൻ കിടക്കുന്ന ആള് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ മരണത്തിന്റെ ദാഹജലവുമായി വന്നവൻ ദാഹിച്ചിരിക്കുന്ന എന്റെ മുന്നിൽ ഈ കുടം, ആ നിറഞ്ഞ കുടം തുളുമ്പുന്ന വിധത്തിൽ വെള്ളമുള്ള കുടത്തെ എന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ച് അവൻ എന്റെ വലതുവശത്തുനിന്ന് ആ പാത്രം ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു, കുലുക്കിക്കൊണ്ടിരുന്നു. അപ്പൊ വെള്ളം ഓളം തള്ളുന്ന ശബ്ദവും അതിന്റെ ഏറ്റവും ആഗ്രഹമുള്ള സമയവുമായതുകൊണ്ട് ഞാൻ അതിലേക്ക് മുഖം തിരിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഇപ്പുറത്തേക്ക് മുഖം തിരിച്ചത്. അങ്ങോട്ട് ഞാൻ മൈൻഡ് തന്നെ ചെയ്തില്ല. ആ സന്ദർഭത്തിലായിരിക്കും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത്. അതെ. അപ്പൊ ഞാൻ ആ വെള്ളത്തിലേക്ക് നോക്കണ്ടല്ലോ എന്ന് ഓർത്ത് ആ മുഖം അങ്ങോട്ട് തിരിച്ചത്. പിന്നെ ഞാൻ ഇപ്പുറത്ത് നിന്നും അവന്റെ കുടത്തെ, ആ കുടത്തിലെ വെള്ളത്തെ അവഗണിച്ച് അങ്ങോട്ട് നോക്കണ്ടെന്ന് വെച്ച് മുഖം ഇപ്പുറത്തേക്ക് തിരിച്ചു. അപ്പോഴായിരിക്കും നിങ്ങൾ 2-ാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇപ്പുറത്തെ സൈഡിൽ വന്ന് ചൊല്ലിയത്. അതേ തങ്ങളെ, എന്നാൽ എനിക്ക് ആ വെള്ളമില്ല, വെള്ളം ആവശ്യമില്ല. ഞാൻ വെള്ളം കുടിക്കുകയാണ് എങ്കിൽ എനിക്ക് കലിമ ചൊല്ലി മരിക്കാൻ, അല്ലെങ്കിൽ സ്വർഗം കിട്ടാനുള്ള എല്ലാ സൗകര്യവും അവൻ ചെയ്തു തരാമെന്ന് എന്നോട് വാക്ക് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. അവൻ കെണിയനാ, ചതിയനാ. 3-ാമത് അവൻ എന്നോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3-ാം വട്ടം നിങ്ങൾ ചൊല്ലി തന്നപ്പോൾ ഇബ്ലീസ് എന്നോട് പറഞ്ഞു, ഈസാ നബി അല്ലാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞേക്കൂ, സ്വർഗം ഞാൻ വാങ്ങിത്തരാം. അപ്പോഴാ ഞാൻ പറഞ്ഞത്, ഞാനത് പറയൂല.
ഈ സമയം അവനവന്റെ പാത്രത്തെ വലിച്ചെറിഞ്ഞിട്ട് അവൻ ഓടിപ്പോയി. അവൻ ദേഷ്യപ്പെട്ട് ഓടിപ്പോയി. ഞാൻ ഇബ്ലീസിന് മറുപടി കൊടുത്തതാ, ഞാൻ ഒരിക്കലും നിങ്ങളെ കയർത്തതല്ല, നിങ്ങളെ അവഗണിച്ചതല്ല എന്ന് മഹാനായ അബൂ സക്കരിയ സാഹിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാം. അതുകൊണ്ട് എല്ലാരും കേട്ടോ, ഇബ്ലീസ് എന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി. ഇനി ഞാൻ പറയാം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മരണത്തിന്റെ നേരത്തെ ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിച്ചത് ഇത് തന്നെയാണെന്ന് പറഞ്ഞ് പരിശുദ്ധ കലിമ ചൊല്ലാൻ തുടങ്ങി. പഠിച്ചു വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ. മരണനേരം ഇബ്ലീസിനെ ആട്ടിപ്പായിക്കാൻ, മരണനേരം ഇബ്ലീസിനെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയണം. അതിന് ഹബീബായ നബി തങ്ങൾ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. ഏതാണതെന്നറിയുമോ? പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ജീവിതത്തിൽ ഒരാൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട വചനം. ഇത് കൂടുതൽ ചൊല്ലുന്നു ആ മനുഷ്യന്റെ മരണനേരത്ത് അയാളുടെ നാവിന്റെ തുമ്പിലേക്ക് അയാൾ പോലും അറിയാതെ സരളമായി ലളിതമായി ഒഴുകി വരുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കൂടുതൽ അങ്ങനെ ചൊല്ലിയാൽ മതി. അത് ചൊല്ലുന്ന ആളുടെ നാവും ഹൃദയമൊക്കെ സംസ്കരിക്കപ്പെടും. നിങ്ങൾ കണ്ടിട്ടില്ല പഴയ ആളുകൾ, അവരിങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ ചൊല്ലാൻ, അവരൊക്കെ കലിമ ചൊല്ലി മരിച്ചിട്ടുണ്ട്. ഇത് ഖുർആൻ നമ്മുടെ മുന്നിൽ പറഞ്ഞ കാര്യമാണ്. ഉറപ്പുള്ള വചനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമല്ല, ഉറപ്പുള്ള വചനമല്ല. കാരണം അതൊരു താൽക്കാലിക, ഈ ദുനിയാവിലെ ഏതും താൽക്കാലിക. ഉറപ്പുള്ളത് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ. അത്രയും ഗ്യാരണ്ടി ഉള്ള ഒരു വർത്താനം വേറെ ഇല്ല. അങ്ങനത്തെ വർത്താനം അതിന് സാബിത്തായ ഖൗൽ എന്നാ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. സൂറത്ത് ഇബ്രാഹിം. മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലാഹു ഉറപ്പുള്ള വചനം കൊണ്ട് ഉറപ്പിച്ചു നിർത്തുമെന്ന് ഖുർആൻ. ഏതാടോ ഈ ഉറപ്പുള്ള വചനം? മഹാന്മാർ വ്യാഖ്യാനിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എപ്പോഴാണ് ഉറപ്പിച്ചു നിർത്തുന്നതെന്നറിയുമോ? അത് മരണത്തിന്റെ നേരമാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വിഷമിക്കണ്ട ഉമറേ, അവസാനം നന്നായി മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ ചൊല്ലുന്നവന്റെ വായയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം വന്നു ചേരുകയും അതുവഴി അവന്റെ ആഖിബത്ത് നന്നാവുമെന്ന് മഹാനായ ഇമാം ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിന്റെ അലങ്കാരമാവട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചറബ്ബേ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. ദുആ വസിയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നവർ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ മഖ്ബൂലായ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുക അല്ലാഹ്. സ്വീകാര്യതയുള്ള ഉംറയും അതുപോലെ തന്നെ വൈകാത്ത ഭാവിയിലെ ഹജ്ജും അല്ലാഹുവേ അവർക്ക് സ്വീകാര്യതയുള്ള ദുആയും സമർപ്പിക്കാൻ
നിന്റെ ഖലീലിന്റെ പാദം പിൻപറ്റിക്കൊണ്ട് സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മകന്റെ പുതിയ സ്ഥാപനം ബറക്കത്തിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ നീ അത് ബറക്കത്തിലാക്കണേ അല്ലാഹ്, അത് ബറക്കത്തിലാക്കണേ അല്ലാഹ്. ആ സ്ഥാപനം കൊണ്ട് വിജയം നൽകണേ അല്ലാഹ്. റബ്ബേ, മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരി ഖത്മുൽ ഖുർആൻ ഓതി മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ മരണപ്പെട്ടവരുടെ ഹദറത്തിൽ അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ പരിശുദ്ധമായ വചനങ്ങൾ, പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ആ ഖബറിൽ ഒരു നിത്യ വെളിച്ചമാക്കണേ അല്ലാഹ്. ഇത് ഓതിയവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ജിന്നിയായ ശർറുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ ചെറുപ്പക്കാരൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, എല്ലാ പൈശാചിക ശർറുകളിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ വിവാഹം വൈകുന്നതടക്കമുള്ള കുടുംബത്തിൽ അനവധി നിരവധി പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, റബ്ബേ നീ ആശ്വാസം നൽകണേ അല്ലാഹ്, നീ ആശ്വാസം നൽകണേ അല്ലാഹ്. കാൽമുട്ട് വേദനയുള്ള സ്ഥിരം ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരി അല്ലാഹുവേ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. നീ ശിഫാ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്തിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാഹ്, കടബാധ്യത വീട്ടണേ അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുക അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.